മാവേലിക്കര നഗരസഭയിലെ ഭരണം അനിശ്ചിതത്വത്തിലേക്ക്. ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു. 3 വർഷത്തിനു ശേഷം രാജിവെക്കാമെന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്വതന്ത്രനായ KV ശ്രീകുമാറിന് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ 3 വർഷവും 7 മാസവും പിന്നിട്ട ശേഷവും ചെയർമാൻ രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. അതേസമയം തന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് സ്വയം പരിശോധിച്ചു നോക്കണമെന്ന് KV ശ്രീകുമാർ പ്രതികരിച്ചു. മാവേലിക്കര നഗരസഭയുടെ ഭരണത്തെ അനിശ്ചിതത്വത്തിലാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നഗരസഭാ ചെയർമാനുള്ള പിന്തുണ പിൻവലിച്ചതായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അറിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ചെയർമാൻ KV ശ്രീകുമാറിന് കോൺഗ്രസ് അംഗങ്ങൾ നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത്. 3 വർഷത്തിന് ശേഷം രാജിവെക്കാമെന്നും തുടർന്ന് നിലവിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നൈനാൻസി കുറ്റിശ്ശേരിക്ക് പിന്തുണ നൽകാമെന്നുമുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്വതന്ത്രനായ KV ശ്രീകുമാറിന് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ 3 വർഷവും 7 മാസവും പിന്നിട്ട ശേഷവും ചെയർമാൻ രാജിവെക്കാൻ തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ചെയർമാൻ KV ശ്രീകുമാറിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഒക്ടോബർ 1 രാജിവെക്കാൻ ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ താൻ അതിന് സന്നദ്ധനല്ല എന്ന് പറഞ്ഞ് ചെയർമാൻ KV ശ്രീകുമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്നുകൂടിയ യോഗം ചെയർമാനുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഹനി വർഗീസ് പറഞ്ഞു. അതേസമയം നഗരസഭാ ചെയർമാനായി സ്ഥാനമേറ്റപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ തികച്ചും കളങ്കമില്ലാതെ ചെയ്യാൻ കഴിയുമെന്നാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതെന്നും മാവേലിക്കര നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ പ്രതികരിച്ചു. കോൺഗ്രസ് പിന്തുണയോടെയാണ് അങ്ങനെ നഗരപിതാവായത്. കിട്ടിയ ഉറപ്പാകട്ടെ തന്റെ കൂടെ പരിചയസമ്പത്തുള്ള 9 കൗൺസിലർമാരുണ്ടാകും എന്നതാണ്. എന്നാൽ തന്റെ അറിവിൽ ഇതേവരെ ആ ഉറപ്പ് പാലിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കൂടെയുള്ള ചില കൗൺസിലർമാർ കൊണ്ടുവരുന്ന പല പദ്ധതികൾക്കും തുരങ്കം വെക്കുവാനാണ് കൂടുതൽ സമയവും ബുദ്ധിയും ഉപയോഗിക്കുന്നത്. തന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് സ്വയം പരിശോധിച്ചു നോക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിലവിൽ മാവേലിക്കര നഗരസഭയിൽ UDF 9, LDF 9, BJP 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി നൈനാൻസി കുറ്റിശ്ശേരിയും LDF സ്ഥാനാർത്ഥി ചിത്ര അശോകനുമാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിന് 3, CPM 2 എന്നിങ്ങനെയാണ് കക്ഷിനില. CDNet ന്യൂസ്, മാവേലിക്കര.